ഹായ് ഓൾ, വെൽക്കം ടു ടോസ് അക്കാഡമി. ടോസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അക്കാഡമി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് കേട്ടറ്റ് മാത്തമാറ്റിക്സിൻ്റെ ഒരു റാപ്പിഡ് റിവിഷനുമായിട്ടാണ്. എക്സാമിങ് അടുത്തു. ഡിസംബർ ലാസ്റ്റോടുകൂടി നമ്മുടെ എക്സാം എത്തിയിരിക്കുന്നു. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർക്ക് പെട്ടെന്നൊന്ന് നോക്കാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ട്സുമായിട്ടാണ് അക്കാഡമി ഇന്ന് വന്നിരിക്കുന്നത്. ഒട്ടും സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം വന്നിരിക്കുന്നത് ഭിന്നസംഖ്യകളിൽ നിന്നാണ്, അതായത് ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ചോദ്യത്തിലേക്ക്, താഴെ തന്നിരിക്കുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏത്? 4 നമ്പേഴ്സും തന്നിട്ടുണ്ട്. 3/4, 5/7, 11/12, 1/3. 4 നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. ഈ 4 നമ്പേഴ്സിൽ നിന്നും ഏറ്റവും വലിയ സംഖ്യ ഏതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ നമ്പർ നമ്മൾ എടുക്കുകയാണ്. ആദ്യത്തെ നമ്പർ ഏതാണ് ഇവിടെ? 3/4. 3/4 എടുത്ത് അതുപോലെ തന്നെ എഴുതി. രണ്ടാമത്തെ നമ്പർ 5/7, അതും എഴുതി. എന്നിട്ട് ആദ്യം എടുത്ത നമ്പറിൻ്റെ അംശവും രണ്ടാമത്തെ നമ്പറിൻ്റെ ഛേദവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇവിടെ 3ഉം 7ഉം 3ഉം 7ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 21. അത് നമ്മൾ ഇടത് സൈഡിൽ എഴുതി. അടുത്തത് ആദ്യത്തെ സംഖ്യയുടെ ഛേദവും രണ്ടാമത്തെ സംഖ്യയുടെ അംശവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. 4 × 5 20 എഴുതി. ഇനി ഇവയിൽ വലുത് ഏതാണെന്ന് നോക്കുക. ഇവയിൽ വലുത് ഏതാണ്? 21. ആദ്യം കിട്ടിയത് 21, രണ്ടാമത്തത് 20. 21 വലുത് അല്ലേ? അപ്പം 21. അപ്പം ലെഫ്റ്റ് സൈഡിലുള്ളതാണ് വലുതായിട്ട് കിട്ടിയത്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ചെയ്ത ക്രിയയിൽ ഇടത് സൈഡിൽ കിടക്കുന്നത് ഏത് ഭിന്നസംഖ്യയാണ്? 3/4. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 3/4 7/5 വലുതെന്ന് പറയാം. നമ്മുടെ ചോദ്യം വലിയ ഭിന്നസംഖ്യയാണ്, അതുകൊണ്ട് ഇതിൽ വലുത് ഏതാണ്? 3/4. അപ്പോൾ ചെറുതായതിനെ നമ്മൾ ഇവിടെ ഉപേക്ഷിക്കും. എന്നിട്ട് വലുതായതിനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ 3/4 നമ്മളിവിടെ എഴുതി വെച്ചു. അടുത്ത സംഖ്യ നമ്മൾ എടുത്തു 11/12. 11/12 സെയിം പ്രൊസീജിയർ ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. അംശവും ഛേദവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 12 3 × 12 36. അത് ലെഫ്റ്റ് സൈഡിൽ എഴുതി. അടുത്തത് 4 × 11 44. അത് നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതി. ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത് 36ഉം റൈറ്റ് സൈഡിലുള്ളത് 44ഉമാണ്. ഇതിലേതാണ് വലുത്? 44 വലുത്. അപ്പോൾ 44 വലുതാകുമ്പോൾ നമുക്ക് എന്ത് പറയാം? റൈറ്റ് സൈഡിലുള്ളതാണല്ലേ വലുത്. ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ ക്രിയ ചെയ്തതിൽ റൈറ്റ് സൈഡിലുള്ള സംഖ്യ ഏതാണ്? 11/12. അപ്പോൾ 11/12 3/4 വലുതെന്ന് പറയാം. വലിയ ഭിന്നസംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അതിനാൽ നമുക്ക് 11/12 നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാം. 3/4 നമുക്ക് ഇവിടെ ഉപേക്ഷിക്കാം. അപ്പോൾ 11/12 എഴുതി. അടുത്ത സംഖ്യ ഏതാണ്? 1/3. സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. 11 × 3 ചെയ്യുക 33. 1 × 12 ചെയ്യുക 12. 33 വലുത്, അതായത് ലെഫ്റ്റ് സൈഡിലുള്ളതാണ് വലുത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 11/12 വലിയ സംഖ്യ. അപ്പം ഇത്രയും സ്റ്റെപ്പ് ചെയ്തതിൽ നിന്നും ഏറ്റവും അവസാനത്തെ വലിയ സംഖ്യ കിട്ടിയിരിക്കുന്നത് ഏതാണ്? 11/12. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 11/12. ഇതുപോലെ ഭിന്നസംഖ്യകളിൽ നിന്നും ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ എല്ലാ കേട്ടറ്റ് എക്സാമിനും ഷുവറായിട്ടും ചോദിക്കുന്നതാണ്. അത് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ വളരെ വലിയൊരു നഷ്ടമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇതിൽ നിന്നും എങ്ങനെയാണെങ്കിലും കുറഞ്ഞത് 1 മാർക്കിൻ്റെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് കിട്ടുന്നതാണ്. എല്ലാ കേട്ടറ്റ് എക്സാമിനും ഉള്ളതാണ്. അപ്പോൾ ചെറുതേത്, വലുതേത്, ആരോഹണ ക്രമത്തിൽ എഴുതുക, അവരോഹണ ക്രമത്തിൽ എഴുതുക, അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിയിട്ട് പോകണം. അതുപോലെ തന്നെയാണ് ഭിന്നക്രിയകൾ, അതായത് ഭിന്നസംഖ്യകളുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇവയെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഭിന്നസംഖ്യകളുടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് നമ്മുടെ ചോദ്യം ഏതാണ്? 1 - 1/2 ഇൻറ്റു 1 - 1/3 ഇൻറ്റു 1 - 1/4 ഇൻറ്റു എക്സെട്ര 1 - 1/9 വില എത്ര? ചോദ്യം നോക്കുമ്പോൾ നമുക്ക് വളരെ വലിയൊരു ചോദ്യമായിട്ട് തോന്നും, പക്ഷെ വളരെ സിമ്പിളാണ്.
നമുക്ക് ആദ്യത്തെ ഇതെടുക്കാം, ആദ്യത്തെ സംഖ്യ എടുക്കാം. ആദ്യത്തെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കിടക്കുന്നത് ഏതാണ്? 1 മൈനസ് 1/2. എന്താണ് 1 മൈനസ് 1/2 എന്ന് പറയുന്നത്? 1 മൈനസ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. അടുത്ത സംഖ്യ ഏതാണ്? 1 മൈനസ് 1/3. 1 മൈനസ് 1/3 എത്രയാണ്? 1 മൈനസ് 1/3 എന്ന് പറഞ്ഞാൽ 2/3 ആണ്. അതായത് ഭിന്നസംഖ്യകളുടെ ക്രിയകൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനെയാണ് ഭിന്നസംഖ്യകളുടെ ക്രിയകൾ എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് 1 മൈനസ് 1/3 ആണ്. അപ്പൊ ഈ 1/3ന്റെ അകത്ത് ഈ 3ഉം 1 ഉണ്ടല്ലേ. അപ്പൊ 3 × 1 ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 3ഉം ഈ 1ഉം ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 3 × 1 എന്താണ്? 3 തന്നെയാണ്. അപ്പൊ 3 എഴുതി. 3 മൈനസ് ആ 1നെ അതുപോലെ തന്നെ നമ്മളെടുത്ത് എഴുതി. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഛേദമായ 3 അതുപോലെ എഴുതുക. അപ്പൊ എത്ര വരും? ഉത്തരം എത്ര വരും? 3 മൈനസ് 1 2 ആയിരിക്കും വരുന്നത്. 2 ഡിവൈഡഡ് ബൈ 3 നമുക്ക് ഉത്തരം കിട്ടും. സോ അതാണ് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിൽ കിട്ടിയിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 1 മൈനസ് 1/4 ആണ്. 1 മൈനസ് 1/4 എന്ന് പറയുമ്പം എന്താണ്? 1 മൈനസ് 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 ആണ്. അതെങ്ങനെയാണ് 3/4 വന്നത്? എങ്ങനെയാണ് നമുക്ക് 3/4 കിട്ടുക? 1 മൈനസ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് 1 മൈനസ് 1/4 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1 ഉണ്ട് 4 ഉണ്ട്. ഈ 4ഉം 1ഉം കൂടെ ഇവിടെ 1 ഉണ്ട് 4 ഉണ്ട്. ഇവ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യും എന്ന് പറയുമ്പോൾ എന്ത് വരും? 4 വരും. മൈനസ് ആ 1 അതുപോലെ എഴുതി. ഡിവൈഡഡ് ബൈ ഛേദമായ 4 അതുപോലെ എഴുതി. വിച്ച് ഈസ് ഈക്വൽ ടു 4ൽ നിന്ന് 1 പോയാൽ 3 വരും. ഡിവൈഡഡ് ബൈ 4 തന്നെ വരും. സോ 3/4 ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അല്ലെങ്കിലും തന്നെയും ഇത് ഒരു പാറ്റേൺ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. 1 മൈനസ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 തന്നെ വന്നു. 1 മൈനസ് 1/3 എന്ന് പറയുമ്പോൾ 3 താഴെ എഴുതി, മുകളിൽ 2 വന്നു. 1 മൈനസ് 1/4 3 മുകളിൽ 1 താഴെ. അതിനേക്കാൾ 1 കൂടുതലാണ് താഴെ വരുന്ന സംഖ്യ എന്ന് പറയുന്നത്. അംശത്തിനേക്കാളും 1 കൂടുതലാണ് താഴത്തെ സംഖ്യ. നമ്മുടെ അവസാനത്തെ സംഖ്യ ഏതാണ്? 1 മൈനസ് 1/9 ആണ്. 1 മൈനസ് 1/9ന്റെ ഉത്തരം എന്തായിരിക്കും? താഴെ വരുന്നത് ഈ 9 തന്നെയായിരിക്കും. അപ്പോൾ മുകളിൽ വരുന്ന ഏത് സംഖ്യയായിരിക്കും? അതിനേക്കാൾ 1 കുറവായ 8 ആയിരിക്കും. സോ 1 മൈനസ് 1/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8/9 എന്ന് വരും. ഇനി ഇവയെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1/2 ഇൻറ്റു 2/3 ഇൻറ്റു 3/4 ഇൻറ്റു എക്സെട്ര 8/9 ആണ് നമുക്ക് ചെയ്യേണ്ടത്. 1/2 ഇൻറ്റു 2/3 ഇൻറ്റു 3/4 ഇൻറ്റു എക്സെട്ര 8/9 ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് വരും മൾട്ടിപ്ലൈ ചെയ്യുമ്പം? ഇവിടെ 1 ഉണ്ട്. അതിന് താഴെ വേറെ ഒന്നുകളൊന്നുമില്ല. ഇവിടെ 2 ഉണ്ട്, താഴെയും 2 ഉണ്ട്. ഈ രണ്ടും ക്യാൻസലായി പോകുമല്ലോ. അതുപോലെ തന്നെ ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. ഈ 3ഉം ക്യാൻസലായി പോകും. ഇവിടെ 4 ഉണ്ട്. അടുത്ത സംഖ്യയിൽ എന്തോ കാണും? മുകളിൽ 4 കാണും. അപ്പോൾ ആ 4ഉം ഈ 4ഉം ക്യാൻസലായി പോകും. അങ്ങനെ പോയി നോക്കുമ്പോൾ ഇവിടെയും 8 ഉണ്ട്, ഇവിടെയും ഒരു 8 വരും. അപ്പോൾ ആ 8ഉം ക്യാൻസലായി പോകും. ബാക്കി ഇവിടെ എന്തേ വരുള്ളൂ? 9. മുകളിൽ എന്തേ വരുള്ളൂ? 1. അപ്പോൾ ഉത്തരം എത്ര വരും? 1/9 എന്നായിരിക്കും ഉത്തരം. ഭിന്നസംഖ്യകളുടെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ ഇവയെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം 3x³ വർഗ്ഗം. എക്സ്പോണൻസിൽ നിന്ന് വരുന്നതാണ്. കൃത്യംഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൃത്യംഗങ്ങളിൽ നിന്ന് വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഇക്വേഷൻസ് അതിനുണ്ട്. ആ ഇക്വേഷൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതാണ് ഇക്വേഷൻസ് എന്തായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇത്രയാണ് കൃത്യംഗ നിയമങ്ങളിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻസ്, നമുക്ക് പഠിക്കേണ്ട സമവാക്യങ്ങൾ എന്ന് പറയുന്നത്. ആദ്യത്തെ സമവാക്യം a⁻m × a⁻n ഈക്വൽ ടു a⁻m + n. a⁻m the whole raised to n is equal to a⁻m × n. a⁻m by a⁻n is equal to a⁻m minus n. a⁻0 1, a⁻m a⁻m equal to 1 by a⁻m. nth root of a by nth root of b is equal to
nth root of a by b. A raised to 1 by n equal to nth root of a. A raised to m by n is equal to nth root of a raised to m. A raised to m into b raised to m is equal to ab the whole raised to m. Nth root of a the whole raised to n is equal to a. ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. ആദ്യമായിട്ട് കാണുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു വരുന്നവർക്ക് ഇക്വേഷൻസ് എല്ലാം ഫെമിലിയർ ആയിരിക്കും. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് 3x³ വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ സ്ക്വയർ ചെയ്യുക എന്നാണ് ഉദ്ദേശം അല്ലേ? അപ്പോൾ 3x³ ദ ഹോൾ റേസ് ടു 2 എന്ന് പറയുന്നതിൻ്റെ ഉത്തരമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഓരോന്നിൻ്റെ ഉത്തരം എ ബി ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നമുക്ക് എഴുതാം? ഈ ഇക്വേഷൻ നോക്കുക. എ ബി ഹോൾ റേസ് ടു m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ റേസ് ടു m ഇൻറ്റു ബി റേസ് ടു m ആണ്. എ റേസ് ടു m ഇൻറ്റു ബി റേസ് ടു m നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു ബി ഹോൾ റേസ് ടു m എഴുതാം. അതിവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഇവിടെ എക്ക് പകരം 3 വരും. അപ്പോൾ 3 പവറായിട്ട് വന്നിരിക്കുന്നത് 2 ആണ്. അപ്പോൾ 3² ഇൻറ്റു x³ ബിക്ക് പകരം x³ ആണ്. സോ x³ ദ ഹോൾ സ്ക്വയർ. 3ൻ്റെ സ്ക്വയർ എല്ലാവർക്കും അറിയാം. 3² ഈസ് 9 ആൻഡ് x³ ദ ഹോൾ സ്ക്വയർ അതാണ് കണ്ടുപിടിക്കേണ്ടത്. എ റേസ് ടു m ദ ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റേസ് ടു m ഇൻറ്റു n ആണ്. അതായത് ഇവിടെ എക്ക് പകരം എക്സ് അതുപോലെ എഴുതി, എമ്മിന് പകരം 3യും എന്നിന് പകരം 2ഉം. 3 ഇൻറ്റു 2 3 ഇൻറ്റു 2 എന്താണ്? 6. സോ 9x റേസ് ടു 6 ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 615.342 എന്ന സംഖ്യയിൽ 4ൻ്റെ സ്ഥാനവില എത്ര? സ്ഥാനവിലയിൽ നിന്നാണ് ചോദ്യം. അതുമാത്രമല്ല ദശാംശ സംഖ്യകളുമായി ബന്ധപ്പെട്ട ചോദ്യവുമാണ്. ദശാംശ സംഖ്യകളുടെ സ്ഥാനവിലയിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണ സംഖ്യകളാണെങ്കിൽ 1, 10, 100 അങ്ങനെ പറഞ്ഞ് എണ്ണി പോയാൽ മതി. പക്ഷെ ഇവിടെ പോയിന്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ 1, 10, 100 ആണോ എഴുതേണ്ടത്? നമുക്ക് നോക്കാം. ദശാംശ രൂപത്തിൽ ദശാംശ ബിന്ദുവിന് വലത്തോട്ടുള്ള അക്കങ്ങൾ 10-1, 100-1, 1000-1 തുടങ്ങിയവയെ സൂചിപ്പിക്കുന്നു. അതായത് ദശാംശ സംഖ്യകളിൽ പോയിന്റ് കഴിഞ്ഞിട്ട് അടുത്ത സംഖ്യകൾ, ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് 10-1 ആയിരിക്കും, രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 100-1 ആയിരിക്കും, മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 1000-1 സ്ഥാനത്തായിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് ഒറ്റയുടെ സ്ഥാനം, 10ൻ്റെ സ്ഥാനം, 100ൻ്റെ സ്ഥാനം, 1000ൻ്റെ സ്ഥാനം അങ്ങനെ പോകും. പോയിന്റ് കഴിഞ്ഞിട്ട് വലത്തോട്ടുള്ള സംഖ്യകളെല്ലാം എങ്ങനെയായിരിക്കും അവയുടെ സ്ഥാനങ്ങൾ? ഇത് 10-1 സ്ഥാനം, 100-1 സ്ഥാനം, 1000-1 സ്ഥാനം. അതായത് 1/10 സ്ഥാനം, 1/100 സ്ഥാനം, 1/1000. അതാണ് ഉദ്ദേശിച്ചത്. നമുക്കിവിടെ നോക്കാം. നമ്മുടെ ചോദ്യത്തിൽ എന്താണ്? 4ൻ്റെ സ്ഥാനവിലയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് 4ൻ്റെ സ്ഥാനം, 4 എത്രാമത്തെ സ്ഥാനത്താണ് കിടക്കുന്നത്? ഏതിൻ്റെ സ്ഥാനത്താണ് കിടക്കുന്നത്? 1/100. അതായത് 100-1 സ്ഥാനത്താണ് 4 കിടക്കുന്നത്. 4ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 1/100 ആണ്. അതുപോലെ ഇനി നമുക്ക് സ്ഥാനവിലയാണ് വേണ്ടത് അല്ലേ? സ്ഥാനവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ സ്ഥാനം ആ സ്ഥാനം കൊണ്ട് ആ ഫേസ് വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് അതിൻ്റെ ആ സംഖ്യയുടെ മുഖവിലയെ ആ സ്ഥാനം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം 4ൻ്റെ സ്ഥാനവിലയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 100-1 ആണെങ്കിൽ സ്ഥാനവില എന്ന് പറയുന്നത് 4 ഇൻറ്റു ആ 100-1 ചെയ്താൽ മതി. ഉത്തരം എത്ര വരും? 4ൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് 4/100 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം സ്ഥാനവിലയും മുഖവിലയും അതുപോലെ ദശാംശ സംഖ്യകളുടെ എല്ലാ ക്രിയകളും അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാം പഠിച്ചിരിക്കണം. പഠിക്കാതെ പോകരുത്. അടുത്ത ചോദ്യം 5 ഇൻറ്റു 0.5 ഇൻറ്റു 0.05 ഇൻറ്റു 0.005 എത്രയാണെന്നാണ്. ദശാംശ സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ഗുണനമാണ് വന്നിരിക്കുന്നത്. ദശാംശ സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? സംഖ്യകളെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചോദ്യത്തിൽ എത്ര പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യയുണ്ടോ അത്രയും സ്ഥാനമായിട്ട് ഉത്തരത്തിൽ പോയിന്റ് ഇട്ടാൽ മതി. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ 4 5 ആണുള്ളത്. അപ്പോൾ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5.
അപ്പം 4 5കൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എത്ര വരും? ഇവിടെ നമ്മുടെ 4 5ആണുള്ളത്. സോ 5 × 5 × ആദ്യം നമുക്ക് ചെയ്യേണ്ടത് 5 × 5 × 5 × 5 അതെത്രയാണെന്ന് നോക്കുക. 4 5 ഉണ്ട്. അത് ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരത്തിൽ തന്നെ ഉണ്ട് 625 ഏതായാലും വരേണ്ടത്. പക്ഷെ നമുക്കിനി നോക്കുക, ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യകൾ സ്ഥാനമുണ്ടെന്നാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. എത്ര സ്ഥാനമുണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട്? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് സ്ഥാനങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ സംഖ്യയിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 5 ഉണ്ടല്ലേ. അപ്പോൾ 1, രണ്ടാമത്തെ സംഖ്യയിൽ 2 സ്ഥാനം. അപ്പോൾ ഈ 1ഉം ഈ 2ഉം കൂടി കൂട്ടി 3, മൂന്നാമത്തേൽ 1 2 3. അപ്പോൾ 3ഉം 3ഉം 6 സ്ഥാനം മാറ്റിയാണ് നമ്മൾ പോയിന്റ് ഇടേണ്ടത്. അപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ 6 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 625 നമ്മുടെ ഉത്തരം. അപ്പോൾ നമ്മൾ 0 ഇടുമ്പോൾ ഇതിവിടെ 3 സ്ഥാനമുണ്ട്. അപ്പം നമുക്ക് 6 സ്ഥാനം വേണ്ടത് കൊണ്ട് നമ്മൾ 3 0 കൂടി ഇടും, എന്നിട്ടൊരു പോയിന്റ് ഇടും. സോ 6 സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു. അപ്പോൾ ഈ ഉത്തരം ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇവിടുത്തെ ഉത്തരം എത്ര വരും? 0.000625 ആണ് ഉത്തരം. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ദശാംശ സംഖ്യകളുടെ ക്രിയകളെല്ലാം പഠിച്ചിട്ട് പോകണം. അതിൽ നിന്നും ഒരു ചോദ്യം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ലസാഗു എന്നത്. ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ലസാഗു ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് അഭാജ്യ സംഖ്യകൾ അറിയണം. അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം നമ്പേഴ്സ് ആണ്. ആദ്യത്തെ 5 പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് എങ്കിലും നമ്മൾ അത്യാവശ്യം കാണാതെ പഠിച്ചിരിക്കണം. അപ്പോൾ ചിലപ്പോൾ ചോദിക്കുന്നത് ഒരു സംഖ്യ തന്നിട്ട് അത് അഭാജ്യ സംഖ്യ, താഴെ തന്നിരിക്കുന്നതിൽ അഭാജ്യ സംഖ്യ ഏത്, അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏത്, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ 100 വരെയുള്ളതെങ്കിലും മിനിമം പഠിച്ചിരുന്നാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാൽക്കുലേഷൻ ചെയ്യാം. 100 വരെയുള്ള അഭാജ്യ സംഖ്യകളാണ് 2 3 5 7 11 13 17 19 23 29 31 37 41 43 47 53 59 61 67 71 73 79 83 89 97. എത്ര സംഖ്യകളുണ്ട്? 25 സംഖ്യകളാണ് 100ൽ താഴെയുള്ള അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. നമ്മുടെ ചോദ്യം എന്താണ്? ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ലസാഗുവാണ്. ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് ഏതെല്ലാമാണ്? 2 3 5 7 11. ഇവയുടെ ലസാഗുവാണ് വേണ്ടത്. അഭാജ്യ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? അഭാജ്യ സംഖ്യകൾക്ക് കോമൺ ഫാക്ടേഴ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ലസാഗു എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവയുടെ ഗുണനഫലം തന്നെയായിരിക്കും. അതായത് 2 × 3 × 4 × 5 × 7 × 11 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം ഏതാണോ അതായിരിക്കും അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം. അഭാജ്യ സംഖ്യകൾക്ക് കോമൺ ഫാക്ടേഴ്സ് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട്, പൊതുഘടകങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവയുടെ ഗുണനഫലം തന്നെയായിരിക്കും അവയുടെ ലസാഗു എന്ന് പറയുന്നത്. സോ ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നതും ലസാഗു എന്ന് പറയുന്നതും എത്രയാണ്? 2310. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വേഗതയിൽ നിന്നാണ്. സമയവും ദൂരവും എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ്. ഇതിൽ നിന്നുള്ളൊരു ചോദ്യവും നമുക്ക് എല്ലാ വർഷവും ചോദിക്കാറുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം: 25 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം 1 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? 25 മീറ്റർ/സെക്കൻഡ് വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അതായത് വേഗത എന്ന് പറയുന്നത് 25 മീറ്റർ/സെക്കൻഡ് ആണ്. 1 മണിക്കൂർ കൊണ്ട് എത്ര ദൂരമാണ് സഞ്ചരിക്കുന്നതെന്ന് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കണക്കിലെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും യൂണിറ്റ്സ് എല്ലാം സെയിം മെഷറിൽ തന്നെയാണെന്ന് നോക്കുക. അതായത് ഇതിവിടെ കിലോമീറ്ററാണ് തന്നിരിക്കുന്നത്, നമ്മുടെ ചോദ്യത്തിൽ മീറ്ററിലാണ്. ഉത്തരം വേണ്ടത് കിലോമീറ്ററിലായതുകൊണ്ട് നമ്മുടെ ചോദ്യത്തിലുള്ള വേഗതയെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? നമുക്ക് മീറ്റർ/സെക്കൻഡിനെ km/hലേക്ക് കൺവേർട്ട് ചെയ്യണം. മീറ്റർ/സെക്കൻഡിനെ km/hലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വളരെ എളുപ്പമാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം ഈ സമയവും ദൂരത്തിൽ പഠിച്ചിരുന്നാൽ ഒരു 90% ചോദ്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. ദൂരം എന്ന് പറഞ്ഞാൽ വേഗത ഇൻറ്റു സമയമാണ്. അതായത് വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം ബൈ സമയം. ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ചോദിക്കുന്ന ഇതിപ്പോൾ ചിലപ്പോൾ സമയം തന്നിട്ട് സമയവും വേഗതയും തന്നിട്ട് ദൂരം ചോദിക്കാം. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദൂരവും വേഗതയും തന്നിട്ട് സമയം ചോദിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും.
പിന്നെ കിലോമീറ്റർ പെർ അവറിലാണ് തന്നിട്ടുള്ളത് നമ്മുടെ ചോദ്യമെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കണം. ഇനി കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ മിനിറ്റിലേക്കാണ് മാറ്റേണ്ടത് എങ്കിൽ 50/3 കൊണ്ട് ഗുണിക്കണം. മീറ്റർ പെർ മിനിറ്റിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 1/60 കൊണ്ട് ഗുണിക്കണം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ സമയവും ദൂരത്തിൽ നിന്നുള്ള 90% ചോദ്യങ്ങളും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്കാണ് മാറ്റേണ്ടത്. പക്ഷെ ഇവിടെ അത് തന്നിട്ടുണ്ടോ? ഇല്ലല്ലേ. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് അടിക്കാൻ 5/18 5/18 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. നമുക്കൊരു തലതിരിച്ചാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? 5/18 പകരം 18/5 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. അതായത് ഇവിടുത്തെ 25 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കുന്നതിന് 18/5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഉത്തരം എത്ര വരും? ഇവിടെ 5 ഉണ്ട്, ഇവിടെ 25 ഉണ്ട്. ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 5 വരും. ഉത്തരം 90 കിലോമീറ്റർ പെർ അവർ എന്ന് വരും. അതായത് ഒരു മണിക്കൂറിൽ ആ വാഹനം, വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനമല്ലേ, ആ വാഹനം എത്ര കിലോമീറ്റർ ആണ് സഞ്ചരിക്കുക? 90 കിലോമീറ്റർ ആയിരിക്കും സഞ്ചരിക്കുക ഒരു മണിക്കൂറിൽ. അപ്പോൾ നമ്മുടെ ഉത്തരം എത്ര വരും? ഓപ്ഷൻ എ ആയിട്ടുള്ള 90 കിലോമീറ്റർ എന്നായിരിക്കും ഉത്തരം വരിക. ഈ ഭാഗവും സ്കിപ്പ് ചെയ്ത് പഠിച്ചിട്ട് പോകണം. അടുത്ത ചോദ്യം, 3000 രൂപ വിലയുള്ള ഒരു സാധനം 3600 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ചോദിച്ചിരിക്കുന്നത് ലാഭശതമാനമാണ്. അപ്പോൾ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നുള്ള ചോദ്യവും എല്ലാ തവണയും ചോദിക്കാറുണ്ട്. സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കാറുള്ളൂ. അപ്പോൾ ഇക്വേഷൻസ് കുറച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരത്തിലെത്താൻ പറ്റും. അപ്പോൾ 3000 രൂപ വിലയുള്ള ഒരു സാധനം. അപ്പോൾ ഒരു സാധനം എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത്, നമ്മൾ വാങ്ങിയ വില എന്ന് പറയുന്നത് 3000 രൂപയും വിറ്റ വില എന്ന് പറയുന്നത് 3600 രൂപയും ആയാൽ ലാഭശതമാനം എത്രയാണ്? എത്ര രൂപ ലാഭം കിട്ടി, അല്ലെങ്കിൽ എത്ര ശതമാനമാണ് ലാഭം എന്ന് കിട്ടിയത് എന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും ചെയ്യാൻ സാധിക്കും. അപ്പം ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിറ്റ വില മൈനസ് വാങ്ങിയ വിലയാണ്. നഷ്ടം എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില മൈനസ് വിറ്റ വില. ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. വിറ്റ വില സമം 100 പ്ലസ് ലാഭശതമാനം ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു വാങ്ങിയ വില. വിറ്റ വില സമം 100 ബൈ 100 മൈനസ് നഷ്ടശതമാനം ഇൻറ്റു വിറ്റ വില. വാങ്ങിയ വില സമം 100 ബൈ 100 പ്ലസ് ലാഭശതമാനം ഇൻറ്റു വിറ്റ വില. വാങ്ങിയ വില സമം 100 മൈനസ് നഷ്ടശതമാനം ബൈ 100 ഇൻറ്റു വാങ്ങിയ വില. അതായത് ഈ ഇക്വേഷനിൽ രണ്ടിലും വാങ്ങിയ വില കാണുന്നതിന് ലാഭശതമാനമാണ് തന്നിട്ടുള്ളത് എങ്കിൽ ഈ സമവാക്യവും നഷ്ടശതമാനമാണ് തന്നിട്ടുള്ളത് എങ്കിൽ രണ്ടാമത്തെ സമവാക്യവുമാണ് എഴുതേണ്ടത്. അപ്പം ഇത്രയും ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്ക് ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ലാഭശതമാനമാണ് വേണ്ടത്. അപ്പോൾ ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. ഇവിടെ ലാഭം എത്രയായിരിക്കും? നമുക്ക് നോക്കാം. ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റ വില. ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റ വില മൈനസ് വാങ്ങിയ വില. ഇവിടെ എത്ര രൂപയ്ക്കാണ് വിറ്റത്? 3600. അപ്പോൾ 3600 മൈനസ് വാങ്ങിയ വില 3000. 3600 മൈനസ് 3000 സമം 600 ആണ് ലാഭം. ഇനി ലാഭശതമാനം കാണാലോ. ലാഭശതമാനം സമം ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. വാങ്ങിയ വില എന്ന് പറയുന്നത് 3000 ആണ്. അതുകൊണ്ട് ലാഭശതമാനം എന്ന് പറയുമ്പോൾ 600 ബൈ 3000 ഇൻറ്റു 100 എന്ന് വരും. 600 ബൈ 3000 ഇൻറ്റു 100 ഉത്തരം 20. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, നന്ദുവിൻ്റെ പൂന്തോട്ടത്തിലെ 200 ചെടികളിൽ 60% ചെടികളും പൂക്കുന്നവയാണ് എങ്കിൽ എത്ര ചെടികളാണ് പൂക്കാത്തത്? ക്വസ്റ്റ്യൻ, നന്ദുവിൻ്റെ പൂന്തോട്ടത്തിൽ ആകെ എത്ര ചെടികളുണ്ട്? 200 ചെടികളുണ്ട്. അതിൽ 60% ചെടികളും പൂക്കുന്നവയാണ്. നമുക്ക് വേണ്ടത് പൂക്കാത്ത ചെടികളുടെ എണ്ണമാണ്. എത്ര ചെടികളാണ് പൂക്കാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 200 ചെടികളിൽ എത്ര ചെടികളാണ് പൂവ് തരില്ലാത്ത ചെടികൾ, പൂക്കാത്ത ചെടികൾ എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ ആകെ ചെടികളുടെ എണ്ണം 200 ആണ്. ആ 200ൽ 60% ചെടികളും പൂക്കുന്നവയാണ്. 60% ചെടികളും 200ൽ പൂക്കുന്നവയാണ് എങ്കിൽ പൂക്കാത്ത ചെടികളുടെ ശതമാനം എത്രയായിരിക്കും?
60% ചെടികളും പൂക്കുന്നവയാണ്. അപ്പോൾ പൂക്കാത്ത ചെടികൾ 100ൽ നിന്നും എന്ത് കുറച്ചാൽ മതി? ഈ 60 കുറച്ചാൽ മതി. പൂക്കാത്ത ചെടികളുടെ ശതമാനം എന്ന് പറയുന്നത് 100 - 60 = 40% ചെടികളായിരിക്കും പൂക്കാത്ത ചെടികൾ. അങ്ങനെയാണെങ്കിൽ എണ്ണമാണ് വേണ്ടത്. പൂക്കാത്ത ചെടികളുടെ എണ്ണമാണ് നമുക്ക് വേണ്ടത്. പൂക്കാത്ത ചെടികളുടെ എണ്ണം എന്ന് പറയുന്നത് ആകെ 200 ചെടികളാണുള്ളത്. 200 × 40/100. 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40/100 ആണ്. 40/100 ഉത്തരം എത്ര വരും? 80 ചെടികൾ. 80 ചെടികളായിരിക്കും പൂക്കാത്ത ചെടികൾ. അപ്പോൾ ശതമാനത്തിൽ നിന്നും നമുക്ക് ചോദ്യങ്ങളുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. കുറച്ച് ഇക്വേഷൻസ് ഒക്കെ കാണാതെ പഠിച്ചാൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ശതമാനത്തിൽ നിന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ട സമവാക്യങ്ങളാണ്, കൺസെപ്റ്റാണ്. എയുടെ ബി ശതമാനവും ബിയുടെ എ ശതമാനവും ഈക്വൽ ആണ്. അതുപോലെ ഒരു സംഖ്യയുടെ എക്സ് ശതമാനത്തോട് y കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കുമെങ്കിൽ സംഖ്യ എന്ന് പറയുന്നത് y/100 - x × 100 ആണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ശതമാനത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. 3 സംഖ്യകളുടെ ശരാശരി 7, 7 സംഖ്യകളുടെ ശരാശരി 3 എങ്കിൽ ആകെ 10 സംഖ്യകളുടെ ശരാശരി എത്ര? ശരാശരി കാണുന്നതിനുള്ള സമവാക്യം എന്ന് പറയുന്നത് സംഖ്യകളുടെ തുക ബൈ സംഖ്യകളുടെ എണ്ണമാണ് ശരാശരി കാണുന്നതിനുള്ള സമവാക്യം. ഇവിടെ നമുക്ക് സംഖ്യകളുടെ എണ്ണവും തന്നിട്ടുണ്ട്, ശരാശരിയും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള സമവാക്യം എന്താണ്? ശരാശരി × സംഖ്യകളുടെ എണ്ണം. അപ്പോൾ നമുക്ക് നോക്കാം. 3 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എത്ര വരും? 3 സംഖ്യകളുടെ ശരാശരി 7 ആണ്. അതുകൊണ്ട് 3 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ആ 7 × 3 ചെയ്താൽ കിട്ടുമല്ലോ. 7 × 3 = 21. അങ്ങനെയെങ്കിൽ 7 സംഖ്യകളുടെ തുക എത്രയായിരിക്കും? 7 × 3 വീണ്ടും 21 തന്നെ വരും. 7 × 3 21. അപ്പം 3 സംഖ്യകളുടെ തുകയും 7 സംഖ്യകളുടെ തുകയും കിട്ടിയിട്ടുണ്ട്. 3 സംഖ്യകളും 7 സംഖ്യകളും നമുക്ക് ടോട്ടൽ 10 സംഖ്യകളുടെ ശരാശരിയാണ് വേണ്ടത്. 3 സംഖ്യകളും അതായത് 10 സംഖ്യകളുടെ തുക അപ്പോൾ എത്ര വരും? 10 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 21 + 21 42 വരും. അങ്ങനെയെങ്കിൽ ഇവയുടെ ശരാശരി എത്രയായിരിക്കും? സംഖ്യകളുടെ തുക ബൈ എണ്ണമല്ലേ? 42/10 = 4.2 ആയിരിക്കും ഉത്തരം. സംഖ്യകളുടെ തുകയും എണ്ണവുമാണ് നമുക്ക് വേണ്ടത് ശരാശരി കണ്ടുപിടിക്കാൻ. അപ്പോൾ കുറച്ചധികം സംഖ്യകളുടെ തുക നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരാശരി കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n+1/2 ആണ്. ആദ്യ n ഒറ്റ സംഖ്യകളുടെ തുക n² ആണ്. ആദ്യ n ഇരട്ട സംഖ്യകളുടെ തുക n × n+1 ആണ്. ആദ്യ n എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക n × n+1 × 2n+1/6 ആണ്. ആദ്യ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക n × n+1/2 the whole square ആണ്. ഇവയിൽ ഈ പോർഷനിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ചോദിക്കുന്നത് ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര, അല്ലെങ്കിൽ ആദ്യത്തെ 50 ഒറ്റ സംഖ്യകളുടെ തുക എത്ര എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അടുത്ത ചോദ്യത്തിന് മുമ്പ് നമുക്ക് നമ്മുടെ അക്കാഡമിയുടെ കോഴ്സുകൾ ഒന്ന് പരിചയപ്പെടാം. കേഡറ്റ് സെറ്റ്, HSC, HSST, LPSC, UPSC, VHSC, നെറ്റ് എല്ലാത്തിൻ്റെയും കോച്ചിങ് നമ്മുടെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 4 വർഷ കാലയളവിൽ 1500-ലധികം കേഡറ്റ് സെറ്റ് ആസ്പിറൻസിനെ പ്രൊവൈഡ് ചെയ്യാൻ അക്കാഡമിക്ക് കഴിഞ്ഞു. നിങ്ങൾക്കറിയാം LPSC, UPSC, LP-UPയുടെ നോട്ടിഫിക്കേഷൻ ഡിസംബർ 30 പ്രസിദ്ധീകരിക്കുമെന്നാണ് PSC അറിയിച്ചിരിക്കുന്നത്. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് LPSC, UPSC എന്ന് നമുക്കറിയാം. നമ്മുടെ അക്കാഡമി LP-UPക്ക് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ അക്കാഡമി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ പറയുന്നതാണ്. ഫ്രീ ആയിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പും എല്ലാ കോച്ചിങ്ങിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേഡറ്റ് സെറ്റ്, HSC, HSST, LPSC, UPSC, VHSC, നെറ്റ് എല്ലാത്തിനും ഫ്രീ ടെലഗ്രാം ഗ്രൂപ്പുമുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. തുടർച്ചയായ 2 സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 37 ആയാൽ സംഖ്യകൾ ഏതെല്ലാം? തുടർച്ചയായ 2 സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 37 ആയാൽ സംഖ്യകൾ ഏതെല്ലാം? സംഖ്യകളാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണം ഇത് ഏത് പോർഷനിൽ നിന്നുള്ളതാണെന്ന്. ഇത് സമവാക്യങ്ങളിൽ നിന്നുള്ളതാണ്, ദ്വിമാന സമവാക്യങ്ങളിൽ നിന്നുള്ള ചോദ്യമാണ്.
അപ്പോൾ രണ്ട് സംഖ്യകളുടെ തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസമാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ സമവാക്യങ്ങൾ, ദ്വിമാന സമവാക്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യവും ഇക്വേഷനും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. തുടർച്ചയായ രണ്ട് സംഖ്യകൾ നമുക്ക് എങ്ങനെ എടുക്കാം? ഒരു സംഖ്യ എക്സ് ആണെങ്കിൽ തുടർച്ചയായിട്ട് സംഖ്യയാണ്, തൊട്ടടുത്ത സംഖ്യ എന്തായിരിക്കും? അതിൽ നിന്ന് ഒന്ന് കൂടുതലായിരിക്കും. x+1 എന്ന് നമുക്ക് കിട്ടും. ഇനി ഇവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസമാണ് വേണ്ടത്. വർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ വലിയ സംഖ്യ ഏതാണ്? എക്സ് ആയിരിക്കും, x+1 ആയിരിക്കും? x+1 ആയിരിക്കും അല്ലേ? സോ x+1ഉം 1ന്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ x+1ന്റെ സ്ക്വയർ, x+1 the whole square. അതുപോലെ തന്നെ എക്സിന്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ x² ആണ്. ഇവയുടെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 37 എന്ന് പറഞ്ഞാൽ x+1 the whole square minus x² എന്ന് പറയുന്നത് 37 ആണ്. ഇനി x+1 the whole square അത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. a+b the whole square എന്നുള്ള ഫോമിലാണ് അത് കിടക്കുന്നത്. a+b the whole square is equal to a² plus b² plus 2ab ആണ്. ആ ഇക്വേഷൻ വെച്ച് നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ എത്ര വരും? ഇവിടെ എക്ക് പകരം എക്സ് ആണ്. അപ്പൊ a² പകരം എന്ത് വരും? x² പ്ലസ് ബിക്ക് പകരം 1 ആണ്. സോ b² എന്ന് പറയുമ്പോൾ 1² അത് 1 തന്നെയാണ്. പിന്നെ 2 into a into b, 2 into x into 1 ആണ്. അതിന് നമുക്ക് 2x എന്ന് തന്നെ എഴുതിയാൽ മതി. ഈ x² അതുപോലെ തന്നെ താഴെ എടുത്ത് എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു 37. ഇനി x² ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു -x² ഉണ്ട്. രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എത്രയേ വരുള്ളൂ? 2x plus 1 which is equal to 37 എന്ന് വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x ആണ്, സംഖ്യകളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിൽ നിന്നും 2x is equal to എന്ത് വരും? 37. ഈ 1നെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ 37 minus 1 which is equal to 36 എന്ന് വരും. അതായത് 2x is equal to 36. സോ x is equal to നമുക്ക് എന്ത് എഴുതാം? 36. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഓപ്പറേഷൻ, ഡിവൈഡഡ് ബൈ 2 വരും. 36 by 2 which is equal to 18 എന്ന് വരും. അതാണ് നമ്മുടെ സംഖ്യ. ഒരു സംഖ്യ എന്ന് പറയുന്നത് 18 ആണ്. അപ്പൊ തൊട്ടടുത്ത സംഖ്യ എത്രയായിരിക്കും? 19 വരും. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 19 വരും. സോ നമുക്ക് ഈ കുറച്ച് സമവാക്യങ്ങൾ നോക്കണം. സമവാക്യങ്ങൾ നമുക്ക് നോക്കാം. a+b the whole square അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. a minus b the whole square is equal to a² plus b² minus 2ab. a+b the whole square minus a minus b the whole square is equal to 4ab. a² minus b² is equal to a plus b into a minus b. a plus b the whole cube is equal to a cube plus 3a² b plus 3ab square plus b cube. a minus b the whole cube is equal to a cube minus 3a² b plus 3ab square minus b cube. a cube plus b cube is equal to a plus b into a square minus ab plus b square. a cube minus b cube is equal to a minus b into a square plus ab plus b square. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമവാക്യങ്ങൾ മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. കുറഞ്ഞത് ഇത്രയെങ്കിലും പഠിച്ചിട്ട് പോകണം. ഇനിയും ഒരുപാട് സമവാക്യങ്ങളുണ്ട്. ഇതിൽ നിന്നാണ് മെയിൻ ആയിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം, സാധാരണ പലിശയിൽ നിക്ഷേപിച്ച തുക 8 വർഷം കൊണ്ട് ഇരട്ടിയായാൽ പലിശ നിരക്ക് എത്ര? സാധാരണ പലിശയിൽ നിക്ഷേപിച്ച തുക 8 വർഷം കൊണ്ട് ഇരട്ടി ആയാൽ പലിശ നിരക്ക് എത്ര? പലിശയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ പലിശയിൽ നിന്ന് ചോദിക്കുകയുള്ളൂ. ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. സോ നമുക്ക് സാധാരണ പലിശയിൽ നിന്ന് നിക്ഷേപിച്ച തുക 8 വർഷം കൊണ്ട് ഇരട്ടിയാൽ പലിശ നിരക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് കുറച്ച് സമവാക്യങ്ങൾ പഠിച്ചിരുന്നാൽ മതി. ഒരു തുക ഇരട്ടിയാകുന്നതിന് n എന്ന് പറയുന്നത് 100/6 ആയിരിക്കണം. 100 എന്ന് പറയുന്നത് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വർഷമാണ്. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേറ്റ്, അതായത് പലിശ നിരക്കാണ്. അപ്പൊ എന്നാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, അതായത് വർഷമാണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ടാകും? പലിശ നിരക്ക് തന്നിരിക്കും. അതുകൊണ്ട് 100/6 ചെയ്താൽ മതി. ഇനി പലിശ നിരക്കാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്താൽ മതി? 100/n. 100/ നമുക്ക് വർഷം തന്നിരിക്കും. 100/ ആ വർഷം ചെയ്താൽ മതി. ഇനി 3 മടങ്ങാകുന്നതിന് n is equal to 200/6 ഉം r is equal to 200/n ഉം ആണ്. 4 മടങ്ങാകുന്നതിന് എന്ത് ചെയ്യണം? n equal to 300/6 ഉം r is equal to 300/n ഉം ആയിരിക്കും. ഇനി 10 മടങ്ങാകുന്നതിന് n is equal to 900/6 ഉം r is equal to 900/n ഉം ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ ഇക്വേഷൻ ആണ് ഇത് ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാം.
നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 3 മടങ്ങാകുമ്പോൾ നമ്മുടെ മുകളിൽ എന്ത് വന്നാൽ മതി? 2 വന്നാൽ മതി. അത് ഒന്ന് കുറച്ച് ഇട്ട് എല്ലാം ചെയ്താൽ മതി. ഇനിയിപ്പോ 9 വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 800/6 800/n ചെയ്താൽ മതി. നമുക്ക് വർഷം കിട്ടും. നമുക്ക് പലിശ നിരക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വർഷം തന്നിരിക്കും. അപ്പൊ ഇവിടെ എത്രയായിരിക്കും ഉത്തരം? 2 വർഷം കൊണ്ടാണ് ഇരട്ടിയായത് അല്ലെ. 8 വർഷം കൊണ്ട് ഇരട്ടിയാവുമല്ലോ ചെയ്ത്. അപ്പൊ ഇരട്ടിയാകുന്നതിന് എന്ത് ചെയ്താൽ മതി? റേറ്റ് 100/n ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ഉത്തരം എന്ത് വരും? പലിശ നിരക്ക് 100/8% 100/8 എന്ന് പറഞ്ഞാൽ 12.5% നമ്മുടെ ഉത്തരം വരുന്നത്. പലിശയിൽ നിന്നും കുറച്ച് ഇക്വേഷൻസ് കാണാതെ പഠിക്കണം. സാധാരണ പലിശ എന്ന് പറയുന്നത് PNR/100 ആണ്. P എന്ന് പറഞ്ഞാൽ മുതൽ, N കാലാവധിയാണ്, അതായത് വർഷം, R എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക്. കൂട്ടുപലിശ ക്രമത്തിലെ തുക എന്ന് പറയുന്നത് A is equal to P into 1 plus R/100 the whole raised to N ആണ്. ടേംസ് എല്ലാം അത് തന്നെയാണ്. അർദ്ധവാർഷികമായിട്ടാണ് കൂട്ടുപലിശ കാണുന്നത് എങ്കിൽ നമ്മുടെ സൂത്രവാക്യം എന്ന് പറയുന്നത് A is equal to, അതായത് തുക എന്ന് പറയുന്നത് P into 1 plus R/200 the whole raised to 2n ആയിരിക്കും. ഇനി പാദവാർഷികം ക്വാർട്ടർലി ആയിട്ടാണ് കാണുന്നത് എങ്കിൽ സൂത്രവാക്യം എന്ത് വരും? A is equal to P into 1 plus R/400 the whole raised to 4n വരും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ പലിശ കൂട്ടുപലിശയിൽ നിന്നും ചോദിക്കാറുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇത്ര ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ച് ചെയ്യണം. കുറെ ഡിവിഷനും വർഗം കാണാനും കൂട്ടാനും കുറയ്ക്കാനും എല്ലാം ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കറക്റ്റ് ആയിട്ട് കിട്ടും. അടുത്ത ചോദ്യം ഒരു സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളം 6 സെന്റിമീറ്റർ ആയാൽ പരപ്പളവ് എത്ര? വികരണത്തിന്റെ നീളം തന്നിട്ടുണ്ട്, പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. ബഹുഭുജങ്ങൾ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള ചോദ്യമാണ്. ഒരു ബഹുഭുജങ്ങളുടെ എല്ലാത്തിന്റെയും പ്രത്യേകതകൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതാരും പഠിക്കാതെ പോകരുത്. അതിൽ നിന്ന് നമുക്ക് ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തൊട്ട് കുറച്ച് നമുക്ക് ചെയ്യാനുള്ള ഇത്തിരി ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ വരെ ലഭിക്കാവുന്നതാണ്. ഇവിടെ ചോദ്യം സമചതുരമാണ്. സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളം തന്നിട്ടുണ്ട്, പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് വശത്തിന്റെ നീളമല്ല, വികരണത്തിന്റെ നീളമാണ് തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വികരണം D ആയാല് പരപ്പളവ് എന്താണ്? D²/2 ആണ്. ഇവിടെ വികരണത്തിന്റെ നീളം എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പരപ്പളവ് എത്ര വരും? D² ആണ്. D² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6/2 6/2 എത്രയാണ്? 36. 36/2 എത്രയാണ്? 18. സോ പരപ്പളവ് നമ്മുടെ ഉത്തരം എത്ര വരും? 18 എന്ന് വരും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് കാണാതെ പഠിക്കേണ്ടതുണ്ട്. ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ ചതുരക്കട്ടയാണ്. ക്യൂബോയിഡിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ആണ് ഉള്ളത്. വോളിയം എന്ന് പറയുന്നത് വ്യാപ്തം എന്ന് പറയുന്നത് എന്താണ്? L into B into H ആണ് വ്യാപ്തം എന്ന് പറയുന്നത്. ലാറ്ററൽ ഓർ കർവ്ഡ് സർഫസ് ഏരിയ, അതായത് നമ്മൾ ആ വശങ്ങളുടെ വക്രപരപ്പളവ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ പാർശ്വതല പരപ്പളവ്, വക്രതല പരപ്പളവ് എന്ന് നമുക്ക് പറയാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2h into L plus B ആണ്. ഇത് പഠിക്കണേലും കുറച്ചുകൂടി എളുപ്പം ഈ ഇക്വേഷൻ പഠിക്കുന്നതാണ് കേട്ടോ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, ആകെ പരപ്പളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 into LH plus BH plus LB plus BH plus LH. ഇങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല. ക്യൂബ് എന്ന് പറയുന്നതിന്റെ വശങ്ങളെല്ലാം തുല്യമായിട്ടുള്ള ഒരു ചതുരക്കട്ടയാണ് ക്യൂബ് എന്ന് പറയുന്നത്. അതായത് സമചതുരക്കട്ട എന്ന് മലയാളത്തിൽ നമുക്ക് പറയാം. A³ ആണ് വ്യാപ്തം, 4A² ആണ് കർവ്ഡ് സർഫസ് ഏരിയ, അതായത് പാർശ്വതല പരപ്പളവ്, 6A² ആണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അടുത്തത് റൈറ്റ് സർക്കുലർ സിലിണ്ടർ, അതായത് നമ്മുടെ വൃത്തസ്തംഭമാണ്. വൃത്തസ്തംഭം എന്ന് പറയുന്നതിന്റെ വ്യാപ്തം πr²h, വക്രതല പരപ്പളവ്, അതിന് വക്രതല പരപ്പളവാണ് പറയുന്നത്. ഇതിനൊക്കെ പാർശ്വതല പരപ്പളവ് എന്ന് പറയും. ഇത് വക്രമുഖമാണല്ലോ ഉള്ളത്, അതുകൊണ്ട് 2πrh ആണ് വക്രതല പരപ്പളവ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr into r plus h ആണ്. റൈറ്റ് സർക്കുലർ കോൺ, അതായത് കോൺ എന്ന് പറയുന്നതിന്റെ 1/3πr²h ആണ് വോളിയം. R എന്ന് പറഞ്ഞ റേഡിയസ്, h ഹൈറ്റ് ആണ് കേട്ടോ. πr/L ആണ്. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാൻ ഹൈറ്റ് എന്ന് പറയും. ഈ ലെങ്ത് ആണ് L എന്ന് പറയുന്നത്. അപ്പൊ πr/L ആണ് ലാറ്ററൽ, അത് കർവ്ഡ് സർഫസ് ഏരിയ. അതുപോലെ πr into r plus L ആണ് അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ വരുമ്പോൾ ഈ വക്രമുഖത്തിന്റെ ഈ സർക്കിളിന്റെ കൂടി ഏരിയ കൂട്ടുക, അത്ര മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. സ്പിയർ, അടുത്ത സ്പിയറിന്റെ 4/3πr³ ആണ് വോളിയം, അതായത് വ്യാപ്തം എന്ന് പറയുന്നത്. റേഡിയസ് ആണ് r എന്ന് പറഞ്ഞ. 4πr² ആണ് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. 4πr² ആണ് ടോട്ടൽ സർഫസ് ഏരിയ. ഇതിന് കർവ്ഡ് ഫേസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഫേസുകൾ ഒന്നുമില്ല, ഒറ്റ മുഖം മാത്രമേ ഉള്ളൂ സ്പിയറിന്.
അടുത്തത് ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ സ്ഫിയറിനെ രണ്ടായിട്ട് ഭാഗിച്ചിരിക്കുന്നതാണ്. ഈ തുല്യ ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഹെമിസ്ഫിയർ. 2/3 πr ക്യൂബ് ആണ് വോളിയം അഥവാ വ്യാപ്തം. 2 πr² ആണ് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ വരുമ്പോൾ 3 πr² വരും. 2 πr² ആണ് ഇവിടെ ഉള്ളത്. ടോട്ടൽ എന്ന് പറയുമ്പോൾ ഈ സർക്കിളിന്റെ ഏരിയ കൂടി കൂട്ടണം, അതുകൊണ്ട് 3 πr² വരും. അടുത്ത ചോദ്യം ഒരു രേഖീയ ജോഡിയിലെ കോണുകൾ 4:5 എന്ന അംശബന്ധത്തിലാണ്. ചെറിയ കോണിന്റെ അളവ് എത്ര? ഒരു രേഖീയ ജോഡിയാണ്, അതിന്റെ കോണുകൾ 4:5 ആണ് എന്ന അംശബന്ധത്തിലാണ്. അതിന്റെ കോണിന്റെ അളവ് എത്ര? ഇത് രണ്ട് ഏരിയ മിക്സ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അതായത് നമുക്ക് ജോമെട്രിയും ഉണ്ട് ഇതിന്റെ അകത്ത്, അതുപോലെ തന്നെ എന്താണുള്ളത്, അംശബന്ധത്തിൽ അനുപാതത്തിൽ നിന്നുള്ള ചോദ്യവും ഉണ്ട് ഇതിന്റെ അകത്ത്. ഇത് രണ്ട് കൺസെപ്റ്റും അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ രേഖീയ ജോഡിയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കണം. രേഖീയ ജോഡിയുടെ കോണുകളുടെ തുക എത്രയാണെന്ന് ആദ്യം അറിയണം. ഏതാണ് രേഖീയ ജോഡികളുടെ കോണുകളുടെ തുക? 180 ഡിഗ്രിയാണ്. 4:5 എന്ന അംശബന്ധത്തിലാണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ 4:5 എന്നുള്ള രേഖീയ ജോഡിയിലെ ആകെ കോണളവ് 180 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ അനുപാതം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു x ഇട്ട് കൊടുക്കും. അപ്പം 4x + 5x എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രിയാണ്. അതായത് ഇതാണ് നമ്മുടെ കോണുകളുടെ അനുപാതമാണ് 4:5 എന്ന് പറയുന്നത്. അതിന്റെ കൂടെ എന്തോന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ യഥാർത്ഥ ഉത്തരം എന്ന് പറയുന്നത്. അതാണ് 4x + 5x എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രിയാണ്. 4xും 4xന്റെ കൂടെ 5x കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 9x, വിച്ച് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. നമുക്ക് x ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ x ഇസ് ഈക്വൽ ടു എന്ത് വരും? 180/9 ഈക്വൽ ടു 20 ഡിഗ്രി. പക്ഷെ അതാണോ ചെറിയ കോണിന്റെ അളവ് എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. x എന്ന് പറയുന്നതാണ് 20 എന്ന് പറയുന്നത്. x രണ്ടിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പൊ 4x എന്ന് പറയുന്നതാണ് ഒരു കോണ്, 5x എന്ന് പറയുന്നതാണ് അടുത്ത കോണ്. 4 × 20 4 × 20 ഈക്വൽ ടു 80 ആയിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത്. അപ്പോൾ ചെറിയ കോണിന്റെ അളവ് എന്ന് പറയുന്നത് 80 ആയിരിക്കും. ഇനി ചോദ്യത്തിലെ വലിയ കോണിന്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് എങ്കിൽ എത്ര വന്നേനെ? 5 × 20 വന്നേനെ. 5 × 20 എന്ന് പറയുമ്പോൾ എത്ര വരും? 100 വരും. സോ റേഷ്യോയിൽ നിന്നും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റേഷ്യോയുടെ ഇക്വേഷൻസ് ആണ്. A:B യും C:D എന്നീ രണ്ട് അംശബന്ധങ്ങൾ അനുപാതത്തിലാണെങ്കിൽ AD = BC ആയിരിക്കും. AB എന്നീ സംഖ്യകളുടെ മധ്യാനുപാതം മീൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് √AB ആണ്. A:B യുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ A² ആണ്. A:B യുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്നാണ് കേട്ടോ. ട്രിപ്ലിക്കേറ്റ് റേഷ്യോ A³ ആണ്. A:B യുടെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ √A:√B ആണ്. A:B യുടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ √A:√B ആണ്. അപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 1:3 യുടെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഏതാണ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 1:√3 എന്ന് വരും. അതായത് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ട് പോവുക. നമുക്ക് വെറുതെ ഒരു മാർക്ക് കളയരുത്. അടുത്ത ചോദ്യം, ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 40 സെന്റിമീറ്റർ ആയാൽ അതിന്റെ ഒരു വശത്തിന്റെ നീളം ആകാൻ സാധ്യത ഇല്ലാത്തത് ഏത്? വളഞ്ഞിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലെ. ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് 40 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ കുറച്ച് വശങ്ങളും തന്നിട്ടുണ്ട്. ഈ വശങ്ങളാകാൻ സാധ്യതയില്ലാത്തത് ഏത് വശമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 ഉണ്ട്, 18 ഉണ്ട്, 12 ഉണ്ട്, 20 ഉണ്ട്. ഇതിലേതാണെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. ഇതിൽ കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത് 2നും 20ന്റെയും കേസിലാണ്. ഇത്രയും ചെറുത് വരുമോ അല്ലെങ്കിൽ ഇത്രയും വലുത് വരുമോ എന്നാണ്. അപ്പൊ ഒരു കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ത്രികോണത്തിന്റെ ഓരോ വശവും അതിന്റെ ചുറ്റളവിന്റെ പകുതിയേക്കാൾ ചെറുതായിരിക്കണം. ത്രികോണത്തിന്റെ ഏത് വശം എടുത്തു കഴിഞ്ഞാലും ചുറ്റളവിന്റെ പകുതി എടുക്കുക. അതിനേക്കാൾ എപ്പോഴും ചെറുതായിരിക്കണം. അതിനോട് ഈക്വൽ ആവാൻ പാടില്ല, അതിനോട് എപ്പോഴും ചെറുതായിരിക്കണം. അതായത് ത്രികോണത്തിന്റെ ചുറ്റളവ് ഇവിടെ എത്രയാണ്? 40 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടുത്തെ 40 സെന്റിമീറ്ററിന്റെ പകുതി എത്രയാണ്? 20 ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ 40ന്റെ പകുതി 20 എന്ന് കിട്ടും. അപ്പൊ ആ 20നേക്കാൾ ചെറുതായിരിക്കണം ഏതൊരു വശം എടുത്തു കഴിഞ്ഞാലും. അപ്പൊ നമ്മുടെ ഉത്തരം എന്ത് വരും? ഇവിടെ 20 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഉത്തരം വരുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും സമയം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയെങ്കിലും പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 20 മാർക്ക് 20 മുതൽ 25 മാർക്ക് വരെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പോർഷനിൽ നിന്ന് കിട്ടും. മാക്സിമം 30. നന്നായി പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ 30 മാർക്ക് തന്നെ മാത്സിന് സ്കോർ ചെയ്യാൻ പറ്റും. ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് അത്രയെങ്കിലും മാർക്ക് മേടിക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ
താങ്ക് യു.